ബിഗ് ബോസ് വീട്ടിലേക്ക് അപ്പോൾ 6 വൈൽഡ് കാർഡാണ് കയറാൻ പോകുന്നത്. അപ്പം നാളെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. 4 മെയിൽ കണ്ടസ്റ്റൻസും 2 ഫീമെയിൽ കണ്ടസ്റ്റൻസുമാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ മെയിൽ കണ്ടസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് 4 പേര് എൻ്റർ ആവാൻ പോകുന്നത്. ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഒരാൾ നന്ദനയാണ്, ഒരാൾ പൂജാകൃഷ്ണയാണ്. നന്ദന മോഡലും ഡാൻസറുമാണ്, തൃശ്ശൂരുകാരിയാണ്. അടുത്തത് പൂജാകൃഷ്ണനെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, ആങ്കർ ആണ്. പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകർ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ്. അപ്പൊ സായി കൃഷ്ണ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളി വരുന്നില്ല എന്നുള്ളത്. പുള്ളി ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി കൃഷ്ണ. മാത്രമല്ല കൂടുതൽ പേരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബിഗ് ബോസിന്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ആൾ തന്നെയാണ് സായി. സായി ഇപ്പൊ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് DJ സിബിനാണ്. അടുത്തത് 2 അഭിഷേകുമാരാണ്. ഒന്ന് അഭിഷേക് ജയദീപും ഒന്ന് അഭിഷേക് ശ്രീകുമാറും. ശ്രീകുമാർ ആർട്ടിസ്റ്റ് ആണ്, ജയദീപ് മോഡലൊക്കെയാണ്. അപ്പൊ വൈൽഡ് കാർഡ്സ് ചെല്ലുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ടീമും ഒക്കെ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ജാസ്മിൻ ആണ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അപ്പൊ എല്ലാം കൊണ്ടും അടുത്ത ആഴ്ച മുതൽ വലിയൊരു മാറ്റം തന്നെ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും കളികളൊക്കെ മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരാരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്നും ആരുടെയൊക്കെ കളികളാണ് മാറ്റേണ്ടതെന്നുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.